ഡേ വൺ ഓഫ് ഡീകോഡിംഗ് ഹ്യൂമൻ ഇമോഷൻസ്. നിങ്ങളുടെ പാവപ്പെട്ട ഇന്നസെൻ്റ് ആയ ഒരു ഫ്രണ്ടിനെ എവിടെ നിന്നില്ലാണ്ട് ഒരുത്തം വന്നിട്ട് തല്ലുകയാണെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? കണ്ണ് ചുവക്കണ്, മുഷ്ടി ചുരുട്ടണ്, ആകെ വേർക്കണ് അല്ലേ? നിങ്ങൾ അവനെ തല്ലോ അല്ലെങ്കിൽ പറഞ്ഞ് സമാധാനിപ്പിക്കുമോ? അത് രണ്ടാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ ഒരു കേസ് പറയാം. നിങ്ങൾക്ക് 27-28 വയസ്സായിട്ട് വീട്ടിൽ ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ അമ്മയോ അച്ഛനോ വന്നിട്ട് എന്താ മോനെ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആ പ്ലേറ്റും തട്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഡോറ് പോയിട്ട് അടക്കലായിരിക്കും അല്ലേ? ഈ രണ്ട് സമയത്തും നമ്മൾ അനുഭവിച്ച ഒരു ഇമോഷന്റെ പേരാണ് ആങ്കർ അഥവാ ദേഷ്യം. നമുക്ക് ദേഷ്യം വരാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ആ കാരണങ്ങളാണ് ഞാൻ ഈ രണ്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇവിടെ ആദ്യത്തെ കേസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നത്? അവിടെ ഇൻജസ്റ്റിസോ അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുകൊണ്ടാണല്ലേ? അതായത് നിങ്ങളുടെ പാവമായിട്ട് ഇന്നസെന്റ് ആയിട്ടോ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരു ഫ്രണ്ടിനെ എവിടെ നിന്നില്ലാണ്ട് ഒരുത്തം വന്ന് തല്ലുമ്പോൾ നിങ്ങളുടെ വാല്യൂ സിസ്റ്റം അവിടെ വർക്ക് ആവുകയാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഇൻജസ്റ്റിസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ആ ഒരു ഫ്രസ്ട്രേഷൻ ആങ്കർ ആയിട്ട് പുറത്തു വരികയാണ്. ഇനി രണ്ടാമത്തെ കേസിൽ നിങ്ങൾ നിങ്ങളുടെ വൾണറബിലിറ്റി അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നതാണ് ആങ്കർ. ഇനി നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആങ്കറിനെ ഒരു നെഗറ്റീവ് ഇമോഷനായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ ആദ്യത്തെ കേസിൽ നിങ്ങൾക്ക് അവിടെ ദേഷ്യം വരേണ്ടത് അനിവാര്യമാണ് അല്ലേ? അവിടെ ദേഷ്യം വന്നാൽ മാത്രമേ നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇവിടെ നമുക്ക് അതിനൊരു പോസിറ്റീവ് ഇമോഷനായിട്ട് എടുത്തൂടെ? ഇനി രണ്ടാമത്തെ കേസിൽ അവിടെ വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ഇമോഷനായിട്ട് എടുക്കാം. ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാതെ അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഒളിച്ചോടുന്ന പോലെയായിട്ട് അതിന് പകരം ആങ്കർ എന്നുള്ളൊരു ഇമോഷനെ പുറത്തു കൊണ്ടുവരികയാണ്. ആ ഒരു സമയത്ത് നമുക്ക് നെഗറ്റീവ് ഇമോഷനായിട്ട് കണ്ടുപിടിക്കാം. ഇനി നിങ്ങളുടെ ദേഷ്യം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ദേഷ്യം വന്നതിന് ശേഷം എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ചിന്തിക്കുക. ദേഷ്യത്തിന്റെ ആ റേജിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും, പക്ഷെ ഫ്യൂച്ചറിൽ അത് നമ്മൾ പശ്ചാത്തപിക്കും അല്ലേ? അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കും അത് ഒരുപാട് പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. സോ എപ്പോഴും ദേഷ്യം വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ദേഷ്യം വരുന്നത്, എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്, എങ്ങനെ എനിക്കിത് കൺട്രോൾ ചെയ്യാമെന്ന് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് മാത്രം ആക്ട് ചെയ്യുക. ഓക്കെ.